പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ജീവൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയൻ്റെ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന ജാതി മത സംഘടന വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. നാൾതോറും നമ്മെ കാത്തു പരിപാലിച്ച് വീഴാതെ വണ്ണം സൂക്ഷിച്ച് ദൈവകരങ്ങളിൽ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ചിന്താവിഷയവും തിരുവചനടിസ്ഥാനത്തിൽ എൻ്റെ വചനധ്യാനത്തിൽ മനസ്സിലായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. മെസ്സേജുകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ നിലയിൽ ഒരു ചിന്ത തരുവാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദാം ഹവ്വ ദമ്പതികൾ ദൈവം കൊടുത്ത കൽപ്പന ലംഘിച്ച് അവർ ഈ ലോകമാകുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ആശ്രയം വെച്ചപ്പോൾ, ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യെശയ്യാ 2-ാം അധ്യായവും എസ്കേൽ പ്രവചനം 31-ന്റെ 1, 2, 3 വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ചില നല്ല മനുഷ്യരോട് വൃക്ഷത്തെ ഉപമിക്കുന്നതോടൊപ്പം ഫറവോനെക്കുറിച്ചും അശൂരിൻ്റെ നിഗളത്തെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും ലെബാനോനിലെ ദേവദാരു പോലെയൊക്കെ അശൂരിനെ കുറിച്ച് എസ്കേൽ പ്രവാചകൻ 31-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ പ്രവചിക്കുന്നുണ്ട്. ഉൽപ്പത്തി 49-ന്റെ 22-ൽ യോസഫ് ഫലപ്രദമായൊരു വൃക്ഷമാണ്, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മീതെ പടരും എന്ന് അവിടെ തിരുവഴുത്തിൽ കാണുന്നു. നല്ല മനുഷ്യരോടും ഉപമിക്കുന്നുണ്ട് വൃക്ഷം. ദൈവമക്കൾക്ക്, ദൈവജനത്തിന് ശത്രുവായി നിന്ന ഫറവോനോടും അശൂരിനോടും ഉപമിച്ചും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ ഓടി വരാം. ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യൻ എല്ലാവരും പ്രസംഗിക്കപ്പെടുന്നത് പോലെ ഒരു മെസ്സേജ് ആണെങ്കിൽ, ദൈവം പറഞ്ഞ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന. അപ്പോൾ അവിടെ എൻ്റെ ഒരു ആത്മീയ ചിന്ത, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്മ തിന്മ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കയ്യിനോടുള്ള ബന്ധത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ നന്മ ചെയ്യുന്നു എങ്കിൽ ദൈവത്തിന് പ്രസാദമാകുകയില്ലയോ? അപ്പൊ അവൻ തിന്മയാണ് അവിടെ പ്രവർത്തിച്ച. അതിനോട് ചേർന്ന് യെശയ്യാ പ്രവചനം 45:7 പറയുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ നന്മയും സൃഷ്ടിക്കുന്നു, തിന്മയും ഉണ്ടാക്കുന്നു.
അപ്പോൾ അവിടെ തിന്നത് എൻ്റെ ഭാഷയിൽ പറഞ്ഞ നന്മയല്ല തിന്നത്, തിന്മയാ തിന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തെളിവ് തന്നു, വചന തെളിവ് തന്നു. ദൈവം ആഗ്രഹിക്കുന്നത് തിന്മയല്ല, നന്മയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാ പറഞ്ഞ് നിങ്ങൾ തിന്മയോട് റോമർ 12:21 തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല, 12-ാം അധ്യായത്തിൽ തന്നെ. നിങ്ങൾ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അപ്പോൾ 12:21 തോന്നുന്നു റോമർ. അപ്പോൾ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇത്രയും വാക്യങ്ങൾ കിടക്കുമ്പോൾ അവിടെ ഒരു ആപ്പിള് തിന്ന് പറിച്ചു തിന്നത് കൊണ്ടല്ല, അവിടെ തിന്മ തിന്നു. ഇനി അക്ഷരീകമായി പറഞ്ഞ ഒരു ആപ്പിളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം, ഏതെങ്കിലും ഒരു പഴമായിരിക്കാം. അതിനൊരു തെളിവ് ഇത്രയാണ്. ദൈവം പറഞ്ഞ നിങ്ങൾക്ക് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. ഇഷ്ടം പോലെ തിന്നാന്ന് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളെന്ന് തോന്നുന്നു ബൈബിളിൽ. ബാക്കിയെല്ലാം ലിമിറ്റാണ് വച്ചിരിക്കുന്നത്. ഇഷ്ടം പോലെ തിന്നാമെന്ന് പറഞ്ഞത് ഫ്രൂട്ട്സാ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഷുഗർ ഉള്ളവരൊന്നും പേടിക്കേണ്ട. ഫ്രൂട്ട്സ് വാങ്ങിച്ചടിച്ചോ, ഒരു പ്രശ്നവുമില്ല. പണ്ടൊരാൾ ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് നിന്നിട്ട് പറയുന്ന കേട്ടു, ഞാനപ്പുറത്ത് മാറി നിൽക്കുക, ഇതിനെത്ര രൂപ കിലോ? അത് 250 രൂപ. ഇത് വിറ്റാമിൻ എ, ബി, സി. ഓറഞ്ചിന് എത്രയാ? അത് 150 രൂപയാണ്. അതും വൈറ്റമിൻ സി. ഇങ്ങനെ പറഞ്ഞ് ഇയാൾ വില, ഇത് കഴിച്ചാൽ വൈറ്റമിൻ സി കിട്ടും, ഇത് കഴിച്ചാൽ വൈറ്റമിൻ എ കിട്ടും. ഇങ്ങനെ പറഞ്ഞ് ഓരോ ഫ്രൂട്ട്സും ഇങ്ങനെ അയാൾ കണക്ക് കൂട്ടി അവസാനം അയാളങ്ങ് പോയി. പക്ഷെ അയാൾക്കൊരു ഗുണവുമില്ല. അയാൾക്കൊരു ഗുണമില്ല. പണ്ട് പെണ്ണിനെ കെട്ടിക്കുന്ന സമയത്ത് പറയും, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഈ വീഡിയോക്കകത്ത് അവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, എൻ്റെ കൊച്ചിനെ കെട്ടിക്കുമ്പോൾ ഞാൻ 100 ഏക്കർ സ്ഥലവും 100 പവൻ്റെ സ്വർണവും കൊടുക്കും, പക്ഷെ ഞാൻ ഈ പറഞ്ഞതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന്. അപ്പോൾ കേട്ടവർ വിചാരിക്കും ഇയാൾ ഈ പറഞ്ഞത് എല്ലാം ഇനി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ മറ്റേ പുള്ളി പറഞ്ഞത് അങ്ങനല്ല, ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, എന്തു തന്നെ ആയിക്കോട്ടെ. അപ്പൊ തിന്മ തിന്നു. ദൈവം പറഞ്ഞത് ഇപ്പൊ തിന്നരുതെന്നേ ഉള്ളൂ. നിങ്ങൾ സൺഡേ സ്കൂളൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ശിശുവാണ്, നിങ്ങൾ ഇത്രയും വളർന്നൊക്കെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ അറിവിൽ ശിശുവാണ്. നിങ്ങൾ ബാക്കിയുള്ള വൃക്ഷത്തിൻ്റെ ഫലമൊക്കെ തിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ ഇതും കൂടെ തിന്നാൻ തരാന്ന്. ഇവർക്കങ്ങ് തിന്നാൻ അങ്ങ് ധൃതിയായി, ഭയങ്കര ധൃതിയായി. പ്രത്യേകിച്ച് കൊച്ചമ്മയ്ക്ക് ഭയങ്കര ധൃതി തിന്നാൻ. ചാപ്പാട് കണ്ടപ്പോൾ തിന്നാൻ അങ്ങ് ധൃതിയായി. ഇസ്രായേൽ മക്കൾ മാറയിൽ ചെന്നപ്പോൾ മോശയോട് ചോദിക്കാതെ ചാടിക്കറി അങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് കയ്പ് വന്നു കഴിഞ്ഞപ്പോൾ നേരെ പിറുപിറുക്കുന്നത് മോശയോടാണ്. ഒരു വാക്ക് ചോദിക്കണ്ടേ? ഞങ്ങൾ 3 ദിവസം സൂർ മരുഭൂമിയായി യാത്ര ചെയ്ത് വന്നു, ഈ വെള്ളം ഞങ്ങൾ കുടിക്കട്ടോ, ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് തരുമോ? അങ്ങനെയൊന്നുമില്ല, പരവേശം പിടിച്ചങ്ങ് തിന്നുക, കുടിക്കുക. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. എൻ്റെ ചിന്ത അങ്ങനെ ഇവരെ വായിച്ച വാക്യത്തിലേക്ക് വരും. ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവരെ തോട്ടത്തിന് വെളിയിലാക്കി. വെറുതെ അല്ല, അവരെ 21 ഒരു കുഞ്ഞാടിനെ അറുത്ത് ദൈവ കുഞ്ഞാടിന് നിഴലായി നിൽക്കുന്ന ഒരാടിനെ അറുത്ത് അവരെ തോലുടിപ്പിച്ച് അവരുടെ കഴുകി അവരെ തോട്ടത്തിന് വെളിയിലാക്കി. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ പുറത്താക്കി. എന്നാൽ ഏദൻ തോട്ടത്തിലെ
വൃക്ഷങ്ങളെ, സകല വൃക്ഷങ്ങളെയും ദൈവം എന്ത് ചെയ്തു? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും ദൈവം എന്ത് ചെയ്തു? ഞാൻ ഇന്നുവരെ ആരും പ്രസംഗിച്ച് കേട്ടിട്ടുമില്ല, ഈ ഒരു വിഷയം ആരോട്ട് എടുത്തിട്ടുമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അറിയാവുന്നുള്ള ദൈവദാസന്മാർ വചനധ്യാനത്തിലും പാണ്ഡിത്യമുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷെ ഞാൻ കേട്ടിട്ട് ആരും പറഞ്ഞും കേട്ടിട്ട്. ഈ വൃക്ഷം, സകല വൃക്ഷങ്ങളും എന്ത് ചെയ്തു? നമ്മൾ ഉൽപ്പത്തി മുതൽ യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം വരെ നമ്മൾ ഇതൊന്നും കാണുന്നില്ല. എങ്കിലും യെശയ്യാപ്രവചനം 51:3 ഏദൻ തോട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. യോയേൽ 2:3 പരാമർശിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 31:9 പരാമർശിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36:35 ഏദൻ തോട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 4:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ചെറിയൊരു ചിന്ത തരാം. ദാനിയേൽ കിടക്കയിൽ ദർശനം കാണുന്നു. അത് ഒന്നുകൊണ്ട് വായിച്ചെങ്കിലേ അതിൻ്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാവത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 31:1 മുതൽ 3 വരെ, യെഹെസ്കേൽ പ്രവചനം 31:1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യമെന്ന് പറയുന്നത് ഫറവോനെയും അശൂരിനെയും തമ്മിൽ സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് താഴോട്ട് പറയുന്നത്. അപ്പോൾ യെഹെസ്കേൽ പ്രവചനം 36:35 വായിക്കുമ്പോൾ നിങ്ങൾ അവിടെയും മുകളിലോട്ട് വായിക്കണം. അതെന്താണെന്നുള്ളത് വായിക്കണം. എല്ലാവരും നീളം കൂടുന്നവരാണ്, ഞാൻ നീളം കുറയ്ക്കുക. അവിടെ എഴുതിയിരിക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് ദാനിയേൽ ദർശനം കാണുന്നത്, ഭൂമിയുടെ നടുവിൽ ഞാനൊരു വൃക്ഷം കണ്ടു, അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ഏറ്റവും ഉയരമുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് അവിടെ വർണ്ണിക്കുക. നാലിന്റെ 14 വരെ വായിച്ചോണ്ട്, 4:10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോണ്ട്. അപ്പോഴും ഇതിൻ്റെ ഈ ഏദൻ തോട്ടത്തിലെ വൃക്ഷം, സകല വൃക്ഷവും എവിടെ പോയി എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങളൊന്നും വായിക്കുമ്പോൾ വ്യക്തതയില്ല. അപ്പൊ ഇയാൾ എന്തിനാ ഈ വൃക്ഷത്തിന്റെ പുറകെ പോകുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന കുറെ രഹസ്യങ്ങളുണ്ടല്ലോ. ആവർത്തനം 29:28 മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാകുന്നു എന്നൊരു പദവും ഉണ്ട്. വെളിപ്പെടാതെ ലൂക്കോസിന് 12-ാം അധ്യായം 4, 5, 6, 7 വാക്യം ഗൂഢമായി കിടക്കുന്നതൊന്നുമില്ല, വെളിച്ചത്ത് വരാത്തതൊന്നുമില്ല എന്ന് അവിടെയും കിടപ്പുണ്ട്. ഞാനിതിൻ്റെ കൂടെ 2 ചോദ്യം കൂടെ ചോദിക്കുക. ഒന്ന്, ബൈബിളിലെ 66 പുസ്തകങ്ങളിലെ ഒന്നാമത്തെ സ്തുതി എവിടെയാണ് കിടക്കുന്നത്? രണ്ടാമതായിട്ട്, ബൈബിളിൽ ആദ്യമായിട്ട് അന്യഭാഷ പറഞ്ഞത് ആരാണ്? 2 കാര്യമാണ് ചോദ്യം. വേറെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. യഹോവ ശമ്മ എന്നുള്ളൊരു പദം എവിടെയാണ് കിടക്കുന്നത്? ഏത് പുസ്തകത്തിലാണ്? ഏത് അധ്യായത്തിലാണ്? എത്ര വാക്യങ്ങളിലാണ്? യഹോവ ശമ്മ, യഹോവ റാബ എന്നൊക്കെ, റാബയൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും അറിയാം, പുറപ്പാട് 15 എന്ന് പറഞ്ഞതുപോലെ ബൈബിളിലെ ഒന്നാമത്തെ സ്തുതി എന്ന് പറ.
ബൈബിളിൽ ഒന്നാമത് അന്യഭാഷ പറഞ്ഞത് ആരാന്ന് പറ? യഹോവ ശമ്മ എന്ന് പറയുന്നത് ഏത് പുസ്തകത്തിലാണ്, ഏത് അധ്യായത്തിലാണ്, ഏത് വാക്യത്തിലാണെന്നൊന്ന് പറ. അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കാര്യങ്ങളുടെ കിടപ്പ്. യഹോവ ഈരേന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ചിന്തയിലേക്ക് ഓടി വരട്ടെ. സമയം ഓടിപ്പോവുക. ഇന്ന് നിങ്ങളെ കുറച്ചൊരു ചെറിയൊരു ചിന്ത തരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കേൾക്കാമല്ലോ. എല്ലാവർക്കും തിരക്കേറിയ സമയത്ത് ചെറിയൊരു ചിന്ത. ഈ ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും ഈ പറഞ്ഞ ദൈവവചനത്തിൽ കൂടെ വായിക്കുമ്പോൾ ഏദൻ തോട്ടത്തെക്കുറിച്ച് പറയുന്ന ഇത്രയും വാക്യങ്ങളേ ഉള്ളൂ. ഉൽപ്പത്തി 3:23, ദാനിയേൽ പ്രവചനം 4:10 മുതൽ 14 വരെയുള്ള വാക്യം, യോവേൽ പ്രവചനം 2:3, എസ്കേൽ പ്രവചനം 31:9, യെശയ്യാ 51:3, എസ്കേൽ 36:35. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ. ഒരു വ്യക്തതയില്ല. ഏദൻ തോട്ടത്തിലെ വൃക്ഷം ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വായിച്ചു നോക്കിക്കോ. ഉൽപ്പത്തി മുതൽ എസ്കേൽ പ്രവചനം 30 വരെ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. 31-ാം അധ്യായം 15 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ഇല്ല. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അരുമ ശിക്ഷഗണങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. എന്താണെന്നറിയാമോ? ലൂക്കോസ് 24:45. അതിൻ്റെ 30 മുതൽ 45 വരെ വായിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 30 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നല്ലതായിരിക്കും. നല്ല കുറെ ആശയങ്ങൾ കിടപ്പുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നതാണ്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു, അവരുടെ കണ്ണുകളെ തുറന്നു. ഈ ഭാഗം രണ്ടും അവിടെയാണ് കിടക്കുന്നത്. തിരുവെഴുത്തുകളെ തിരിച്ചറിയണം, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. റോമർ 12:2. അതുകൊണ്ട് അപ്പൊ ഞാൻ ഒരു ഉൽപ്പത്തി പുസ്തകം മുതൽ ഇതിനെ പരതി നടന്നു. ഇവിടുത്തെ വൃക്ഷങ്ങൾ എന്ത് ചെയ്തു? മനുഷ്യനെ തോട്ടത്തിന് വെളിയിലാക്കി. വൃക്ഷത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. പണ്ടൊരാൾ പറഞ്ഞ് ഏദൻ തോട്ടത്തിൽ പോയെന്ന്. അവിടെയെങ്കിലും ആർക്കും പോകാനൊന്നും പറ്റത്തില്ല. എലീമ് വരെ തന്നെ കട്ടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ എന്നാ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതിനപ്പുറത്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ മിലിറ്ററി ക്യാമ്പ്, അവിടെ എല്ലാം മുള്ളുവേലി കൊണ്ടൊക്കെ അടച്ചിട്ടിരിക്കുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. യമന്റെ ഇറാഖിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ഏദൻ തോട്ടം. എവിടെയായിട്ട് സൗദിയുടെ ഒരു കോണ് വരുന്നെന്ന് പറയുന്നു. എന്തു തന്നെയായിട്ട് എനിക്കറിയത്തില്ല. എനിക്ക് പൂവാടമൊന്നും നോക്കാൻ അറിയത്തില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ പോയിട്ടില്ല. ഒരിക്കലും ഒരാൾ വിളിച്ചതാ, ഞാൻ പോയില്ല. അപ്പോ പറഞ്ഞത് അങ്ങനെ വായിച്ച് ഏദൻ തോട്ടത്തെ കുറിച്ച് സോർ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് വേറൊരു വാക്യത്തില്. എസ്കേൽ 28:13 പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദേനിലായിരുന്നു. അങ്ങനെയും കൂടെ പറയുന്നുണ്ട്. ആ വാക്യം കൂടെ പറയാം. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദേനിലായിരുന്നു. അവിടെ സോർ പ്രഭുവിനെ കുറിച്ചാണ് പറയുന്നത്. എസ്കേൽ 14-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ ഇതിന്റെ ആൻസർ എസ്കേൽ പ്രവചനം 31-ാം അധ്യായം
അതിൻ്റെ 16-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും സകലവും, ശകലം അല്ലേ, സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അപ്പൊ ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചെന്നാണ് കിടക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അശൂരിനെ കുറിച്ച്, പറവനെ കുറിച്ച്, ഇവരെയൊക്കെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. നല്ല മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. യോസഫിനെ കുറിച്ച്, യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവകൽപ്പന ലംഘിച്ച് നടന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും എടുക്കാമെന്ന് ഞാൻ പറയുന്നില്ല. വചനത്തെ വചനം കൊണ്ട് തന്നെ വിവേചിക്കണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അല്ലാതെ ഞാൻ പറയത്തില്ല. നിങ്ങൾ യാതൊരു വിധേന എല്ലാവരും ഈയിടെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് വല്ല വിധേനയും സ്വർഗത്തിൽ പോകണമെന്ന്. ചിലർ പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പറ്റിയാൽ മതിയെന്ന്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം നേരായ പാതയിൽ കൂടെ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങ് എത്തണമെന്നാണ്. ഇനി ആരുടെയെങ്കിലും കാലെ പിടിച്ചാലും ശരി അങ്ങ് പോകണമെന്നാണ്. ഒന്നും നടക്കൂല. കാലെ പിടിച്ചാൽ തൊഴിച്ചെടുത്ത് താഴെക്കളയാന്ന് ആ സെക്കൻഡിൽ. അതുകൊണ്ട് അങ്ങനെയൊന്നും കാലെ പിടിച്ചു പോകാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ എസ്കേൽ 47 ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എൻ്റെ വിഷയമല്ല. ഞാനിവിടെ നിർത്താം, പ്രാർത്ഥിക്കാൻ പോകും. എന്നാൽ ഈ വൃക്ഷം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വെളിപ്പെട്ടു വരുന്നുണ്ട്. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവനാ, തോക്കുന്നവനില്ല. തോക്കുന്ന ആർക്കുമില്ല. ജയിക്കുന്നവന് ജീവന്റെ ഞാൻ മന്ന കൊടുക്കും. ജയിക്കുന്നവന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ന കൊടുക്കും. മന്ന ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്മാൻ കൊടുക്കും. അതെന്താ? ഏദൻ തോട്ടത്തിലെ സകല മനുഷ്യനെ പുറത്താക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവം പറയുന്ന പോലെ സൃഷ്ടികളെല്ലാം കേൾക്കുമല്ലോ, വൃക്ഷങ്ങളും കേൾക്കും. അതായത് 77-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിലാണ് ഇങ്ങനെ പറയുന്നു. ആണ് 77-ാം സങ്കീർത്തനം 16. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു. വെള്ളത്തിന് കണ്ണുണ്ടോ? വെള്ളം അനുസരിച്ചു. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. വെള്ളം കണ്ടു, വെള്ളം അനുസരിച്ചു. വഴി മാറാൻ പറഞ്ഞു, കരയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഒരിടത്ത് പോയി കൂടെന്ന് പറഞ്ഞു, അനുസരിച്ചില്ലേ? നമ്മളാരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? ദൈവവചനത്തിന് അനുസരിക്കുന്നുണ്ടോ? അനുസരിക്കാം. ദൈവവചനത്തിന് കീഴ്പ്പെടാം. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടതിനായി പ്രാർത്ഥിക്കാം. ജനത്തെ നമുക്ക് ഉറപ്പിച്ചു നിർത്താം. അനുസരണയോടെ നമുക്ക് അനുസരണ നമുക്ക് പഠിപ്പിക്കാം. വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം.
ഞാൻ ഈ ഒരു ചിന്ത കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്നൊരു മെസ്സേജ് ഇട്ടത്. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പണത്തോടെ ഈ വചനത്തെ കേൾക്കുക. വചനം ക്രിയ ചെയ്യട്ടെ. അതിനായി ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ. അത് ഈ മെസ്സേജ്, ഈ വചനം, കർത്താവേ, ഞാൻ ഒരു അനുസരണക്കേട് കാണിച്ചത് മൂലം ഒരുപാട് നന്മ നഷ്ടപ്പെട്ടു. ഞാൻ അതിലേക്ക് ഇന്ന് കിടക്കുന്നില്ല. 10 വിധ അനുഗ്രഹങ്ങളാ നഷ്ടപ്പെട്ടെ. ഞാൻ വേണമെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇടാം. ഒറ്റ അനുസരണക്കേട് മൂലം, ഒറ്റ പുറവുറുപ്പ് മൂലം. സംഖ്യാപുസ്തകം 12 35 ലക്ഷം ജനത്തിന്റെ യാത്രയെ ഒരു സഹോദരിയുടെ മിരിയാമെന്ന സഹോദരന്റെ സഹോദരിയായ മിരിയാമിന്റെ പുറവുറുപ്പ് മൂലം ഏകദേശം 35 ലക്ഷത്തിന് ജനത്തിന്റെ യാത്രയെ മുടക്കി. ഒരനുസരണക്കേട് മൂലം 10 വിധ അനുഗ്രഹങ്ങൾ, ഇതുകൂടാതെ 10 വിധ അനുഗ്രഹങ്ങൾ, നന്മകൾ നഷ്ടപ്പെട്ടത് തിരുവെഴുത്തിൽ ഉൽപ്പത്തിയിൽ തന്നെ ഉണ്ട്. ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകും. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനത് തെളിയിച്ചു തരാം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ. അപ്പോ ഒരനുസരണക്കേട് മൂലം മനുഷ്യൻ തോട്ടത്തിന് വെളിയിലായി. 2, ഒരു ദൈവകുഞ്ഞാടിനെ അവിടെ അറക്കേണ്ടി വന്നു. ദൈവകുഞ്ഞാടിന് നിഴലായി നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ അറക്കേണ്ടി വന്നു. വെളിപ്പാട് 13:8, വെളിപ്പാട് 5:7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 5:7, നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആ വചനങ്ങളാൽ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരനുസരണക്കേട്, ഒരു പുറവുറുപ്പ് മൂലം 35 ലക്ഷം ജനത്തിന്റെ ഒരാഴ്ചത്തെ യാത്ര മുടക്കി. പുറപുറത്തെ ആള് കുഷ്ഠരോഗം വന്ന് പാളയത്തിന് പുറത്ത് കിടന്നപ്പോൾ അവരവിടെ കൂടാരമടിച്ച് അതുവരെ കിടന്നു. കണ്ടോ ദൈവത്തിന്റെ സ്നേഹം? കണ്ടോ? അവരെയും കൊണ്ടേ പോയുള്ളൂ. നമ്മളാണെങ്കിൽ പറയാം, കുഷ്ഠരോഗി അവിടെ കിടക്കട്ടെ, നമുക്ക് പോകാമെന്ന് പറയും. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പറയും, ഈ കുഷ്ഠരോഗി അവിടെ കിടന്നോട്ടെ, എനിക്ക് കുഷ്ഠമില്ലല്ലോ, അതുകൊണ്ട് നമുക്കങ്ങ് പോകാമെന്ന്. പക്ഷെ നീ പോകുന്ന വഴിക്ക് കുഷ്ഠം പിടിക്കുമോ ഇല്ലയെന്ന് ആർക്കറിയാം? അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചിന്തിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം വഴക്കുണ്ടാക്കി നമുക്കൊന്നിനും നിൽക്കാതെ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാം, സഹിക്കേണ്ടിടത്ത് സഹിക്കാം. ഞാനൊരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ ഒത്തിരി നിന്ന കേട്ട ഒരു മനുഷ്യനാണ്, ഒത്തിരി പരിഹാസം കേട്ട ഒരു മനുഷ്യനാണ്, ഒത്തിരി പട്ടിവിളി കേട്ട ഒരു മനുഷ്യനാണ്. പക്ഷേ ഞാനതിനൊന്നും, എല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. സുവിശേഷം പറഞ്ഞത് മൂലം ഒരുത്തൻ കാശ് കൊടുത്തടിപ്പിച്ചു, മംഗലാപുരത്ത് വെച്ച് ഗുണ്ടകളെ വിട്ടടിപ്പിച്ചു. എല്ലാം സഹിച്ചില്ലേ പറ്റൂ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. പക്ഷെ ക്രിസ്ത്യാനി ആയിപ്പോയില്ലേ. പാരമ്പര്യ ക്രിസ്ത്യാനി, CSI ക്രിസ്ത്യാനി ആയിരുന്നു ഞങ്ങള്. ഈയിടെ ഒരാൾ ചോദിക്കുക, അയാളുടെ പേര് ധർമ്മരാജൻ എന്നല്ലേ, ഒരു മീറ്റിംഗ് കൊടുക്കുമോ, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഒരു മീറ്റിംഗ് കൊടുക്കുമെന്ന് ചോദിച്ചോ. അയാൾ ധർമ്മരാജൻ അല്ലേ? ഓ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായിരിക്കുമെന്ന്. ഓ, യവനൊക്കെ പാരമ്പര്യമായിട്ട് യഹൂദന്മാരാ. എനിക്കിങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
പാരമ്പര്യമായിട്ട് അവന്മാരെ യഹൂദന്മാരാ. കാരണം ഉൽപ്പത്തി മുതൽ അബ്രാം എന്ന അബ്രഹാമിനെ വിളിക്കുന്നത് വരെ ഒരു ക്രിസ്ത്യാനി അവിടെ ഇല്ല. ഏകദേശം 2500 വർഷത്തെ പഴക്കം ഇത് കിടക്കുന്നില്ലേ, ഗ്യാപ്പ് കിടക്കുന്നില്ലേ അവിടം വരെ. ഉൽപ്പത്തി മുതൽ 12-ാം അധ്യായത്തിലേക്ക് വരും. അബ്രാം എന്ന അബ്രഹാമിനെ വിളിക്കുന്നത് വരെ 2500 വർഷത്തെ ഗ്യാപ്പ് കിടക്കുക വരെ എന്ന് പറഞ്ഞാൽ തോമാശ്ലീഹയുടെ ആൾക്കാരാണ്. പാരമ്പര്യം. യഹൂദന്മാർ കണ്ടു കഴിഞ്ഞാൽ നായ്ക്കളെ എന്നേ വിളിക്കത്തുള്ളൂ. അമ്മാരുടെ അടുത്തങ്ങൻ ചെന്ന് കയറി കൊടുക്കരുത്. ധർമ്മരാജ ഹിന്ദു ആണോ എന്ന് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കുക. പണ്ടൊരാൾ ചോദിച്ചതിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. കുമ്പനാട്ട് വെച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞെല്ലാം ഞാൻ കോഴിക്കോട് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനങ്ങോട്ട് അമ്മ പെട്ടെന്ന് ട്രെയിന് കയറാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് കാണിക്കാൻ വെച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രായം ചെന്നൊരു മനുഷ്യനാ അന്ന് ചോദിക്കുക, ഉദ്ദേശിയെ ഉദസിയുടെ മെസ്സേജ് ഇഷ്ടപ്പെട്ടു, ഷാർപ്പ് ദൂതായിരുന്നു, എല്ലാം ശരിയാണ്, പക്ഷെ ഉദ്ദേശി എന്തോ ജാതിയാന്ന്. ഞാൻ പറഞ്ഞ് ഞാനൊരു യഹൂദനാണ്. അതെ, യഹൂദന്മാരൊക്കെ വെളുത്തതല്ലേ? അതെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്തെ യഹൂദന്മാരെല്ലാം കറുത്തതാണ്. എല്ലാം അല്ല, മുക്കാലും കറുത്തതാണ്. ഞാൻ യേശുക്രിസ്തുവിനെ CSI പാരമ്പര്യത്തിൽ നിന്നപ്പോൾ ഞാൻ അല്ലായിരുന്നു. പക്ഷേ ഞാൻ എന്ന് യേശുക്രിസ്തുവിനെ, യഹൂദനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ മേലെന്ന് ഓടാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ യഹൂദനാണ്. ഇന്ന് ഓരോരുത്തന്മാർ ജാതി വിട്ടിട്ടില്ല. അവൻ്റെയൊക്കെ ഗ്ലോറി പ്രൈസലോട് കണ്ടു കഴിഞ്ഞാൽ എന്തു പറയാനാ. അവന്മാർ ജാതി വിട്ടിട്ടില്ല. ഒറ്റ ഒരെണ്ണം ഇല്ല. അതെന്ത് ചൊവ്വേ നേരെ പാസ്റ്ററായ ഒറ്റ ഒരെണ്ണം ഇല്ല. ഇവിടേക്കുള്ള ഏതുണ്ട് യഥാർത്ഥവണ്ണം പാസ്സായത്? ഇരുന്ന് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് അങ്ങ് പാസ്റ്ററായതാ. തട്ടിക്കൂട്ട് പാസ്റ്റർമാർ. എന്നിട്ട് ബാക്കിയുള്ളവരെ അങ്ങ് കളിയാക്കുക. ഇരുന്നുകൊണ്ട് കുറച്ച് കാശും പുത്തനൊക്കെ ആയപ്പോൾ ഒരു കുഴപ്പമില്ല, കളിയാക്കിക്കും. അത് കളിയാക്കുക. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാവപ്പെട്ട ദൈവദാസന്മാർ കയറി വരുമ്പോൾ നീയൊക്കെ കാണിക്കുന്ന ക്രൂരതയുണ്ടല്ലോ, എൻ്റെ ദൈവം പോലും സഹിക്കത്തില്ല. നീയൊക്കെ ഓർത്തോ. പാവപ്പെട്ടവനെ കുറിച്ച്, നിരപരാധികളെ കുറിച്ച്, ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നവനെ അവനത് കേട്ടിട്ട് വന്നിരുന്ന് കരയും. ആ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് നിനക്ക് നിന്റെ തലമുറകൾക്ക് ശാപമായി കിടക്കരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിർത്തിക്കോ. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്ക്. അടക്കോഴി പൊരുന്ന കോഴിയുടെ കൂട്ടിൻ്റെ ഒരു കൂട്ടിൽ കയറി ഇരുന്നു കൊണ്ട് ആ കൂട്ടിനകത്തുള്ളവരോട് മാത്രമല്ലേ പറയാൻ പറ്റൂ, പുറത്തിറങ്ങി പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് വേദന കൊണ്ട് പറയുന്ന കേട്ടോ. നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം ഒരേ ഒരു വിഷയമാണ്. എന്താണ് നമ്മുടെ വിഷയം? ഞാൻ അനുഭവത്തിൽ കൂടെ പറയുന്നത്, കാണുന്നത് കൊണ്ടാണ് പറയുന്നത്, കേൾക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ആത്മാവിൽ പറയുന്നൊന്നും അല്ല. ഇതൊന്നും ആത്മാവിൽ പറഞ്ഞൊന്നുമല്ല. ഞാനിവിടെ UAE വന്നപ്പോൾ എൻ്റെ കാതിൽ കേട്ട കാര്യങ്ങളാ. തീരെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ പാവങ്ങൾ കയറി വരുന്നത്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ കയറി വരുമോ? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോരുത്തരിലും വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുക.
നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി വചനം കേട്ട എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ വരാതെ അവരെ ഈ വചനം ഏദൻ തോട്ടത്തിലെ വൃക്ഷം ഒരു അനുസരണക്കേട് മൂലം എന്ത് സംഭവിച്ചു എന്നുള്ള തിരുവെഴുത്ത് ജീവനുള്ള വചനം പ്രഘോഷിക്കുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദി. അടിയൻ വിട്ടിട പാവനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ 3 പേർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷാ മണ്ഡലങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ പാർക്കുന്ന ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് ഈ ദേശത്തിന് രാജ്യത്തിന് നന്മ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി, പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ എല്ലാം പേരായി ആളാം പ്രതിയായി അവിടെ നിന്ന് അനുഗ്രഹിക്കണം. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾക്കായി, കുഞ്ഞുകുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിച്ച് അയക്കുവാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട നന്മകളെ കൊടുക്കണം. പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കട്ടെ. രോഗികളായി കിടക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 കിഡ്നി നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അനേകർക്ക് നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട് കരയുമ്പോൾ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അവരുടെ സങ്കടത്തിൽ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരായിട്ടല്ല, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുവാൻ ദൈവം അവിടെ നിന്ന് കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവകൃപ കൊണ്ട് മൂടും. വചനത്തിൽ കൂടെ അനേകർക്കൊരു പുതിയൊരു അറിവായി തീരട്ടെ. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമുഖത്തോടെ എടുക്കണം. ഈ വർഷം ഒരിക്കൽ വെളിപ്പെട്ട് വരുമെന്നും ഒരിക്കൽ ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചെന്നും ദൈവവചനത്തിൽ കൂടെ കേൾക്കുവാനിടയായി. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമുഖത്തോടെ എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.